2019 അയോധ്യ കേസിലെ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് അതിൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിപ്പോൾ ഒരാൾ കോടതിയിലെത്തിയിട്ടുണ്ടല്ലോ. നിങ്ങളെന്തിനാ ഒരാളെന്നൊക്കെ പറയുന്നത്? ആളുടെ പേര് പറയാൻ പേടിയാ. മെഹ്മൂദ് പ്രാച്ച. ആളാരെന്ന് മനസ്സിലായല്ലോ. മെഹ്മൂദ് പ്രാച്ചയ്ക്ക് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായതങ്ങ് സഹിക്കുന്നില്ല. സഹിക്കാത്തത് കൊണ്ട് പുള്ളി പറഞ്ഞത് സുപ്രീം കോടതി അങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നൊരു കാരണമുണ്ട്. ഇപ്പം പുള്ളിക്ക് സുപ്രീം കോടതി 2019 ഏകകണ്ഠമായി ഐകകണ്ഠേന എടുത്ത വിധിയാണ് അയോധ്യ കേസിലെ വെർഡിക്റ്റ്. എന്നിട്ട് അവിടെ രാമക്ഷേത്രം രാംലല്ലയുടെ ക്ഷേത്രം പണിയാനും ഒരു 5 ഏക്കർ സ്ഥലം ജില്ലാ ഭരണകൂടം കണ്ടെത്തി മുസ്ലിം പള്ളി ഉണ്ടാക്കാനും കൊടുക്കാൻ പറഞ്ഞു. ഇതാണല്ലോ വിധി. അത് മാത്രം. എന്നിട്ട് പറഞ്ഞു മാത്രമല്ല, ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ വലിയ കള്ളങ്ങളാണ് ഈ വിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നത് കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ആ അയോധ്യ കേസിലെ വിധിക്കകത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കണ്ടെത്തിയ ഖനനം നടത്തി അവിടെ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട് ക്ഷേത്ര നിർമ്മിതിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ വെറുതെ അവിടെ ക്ഷേത്രമൊന്നും ഉണ്ട്, ഭൂമിക്കടിയിൽ പള്ളിയുടെ അടിയിൽ ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു അമ്പലം അവിടെ പണിതോട്ടെ എന്ന് സുപ്രീം കോടതി ഒരു വിധി വിധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ചിലരുണ്ടല്ലോ, മറക്കില്ല ബാബറി, അവിടെ ബാബറി വീണ്ടും വരും എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം ഇപ്പൊ പൊളിച്ചു കളഞ്ഞിട്ട് വീണ്ടും ബാബറിന്റെ ഈ സാധനം ഉണ്ടാക്കി വെക്കുമെന്നാണ് ഇവർ പറയുന്നത്. നടന്നു തന്നെയാണ്. അതിന് ഇന്ത്യ രാജ്യം മുഴുവൻ കടൽ കയറി പ്രളയം സംഭവിച്ചാലും ഈ രാമക്ഷേത്രം പൊളിച്ചിട്ട് ബാബറി പള്ളി പണിയാമെന്ന് ഒരുത്തനും സ്വപ്നം കണ്ട. പിന്നെ ആളുകളെ ഇങ്ങനെ വികാരം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇയാൾക്ക് മെഹ്മൂദ് പ്രാച്ചയ്ക്ക് ഇപ്പോൾ ഒരു തോന്നലുണ്ടായി. തോന്നലുണ്ടാവാനുള്ള കാരണം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് അദ്ദേഹം വിരമിച്ചതിന് ശേഷം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഏറ്റവും സംഘർഷം അനുഭവിച്ച ഒന്നായിരുന്നു. അയോധ്യ കേസിലെ ബെഞ്ചിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ വിധി പറയുന്നതിനെ സംബന്ധിച്ച് വലിയ കാലുഷ്യവും ആശയക്കുഴപ്പവും ഉണ്ടായപ്പോൾ ഞാനൊരു രാവിലെ വിധി പറയുന്ന ദിവസമോ അതിൻ്റെ തലേന്നോ മറ്റോ ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. എനിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എനിക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകി. അതനുസരിച്ച് അപ്പോൾ എനിക്കൊരു മനഃശാന്തി ഉണ്ടായി. എൻ്റെ മനസ്സിലെ സംഘർഷം ലഘൂകരിക്കപ്പെട്ടു. വിധി എഴുതും മുമ്പ് ഞാനൊരു ക്ഷേത്രത്തിൽ പോയിരുന്നു, ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലാണ് പോയത് എന്ന് ചന്ദ്രചൂഡ് പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൽ പോയ ആൾ സ്വാഭാവികമായും എഴുതുമ്പോൾ അത് ശ്രീരാമക്ഷേത്രത്തിന് അനുകൂലമായ വിധിയായിരിക്കും. അതുകൊണ്ട് ആ വിധി റദ്ദാക്കണം എന്നായിരുന്നു മെഹ്മൂദ് പ്രാച്ചയുടെ ആവശ്യം. മെഹ്മൂദ് പ്രാച്ച എന്നിട്ട് കേസ് കൊടുത്തത് ഡൽഹിയിലെ ജില്ലാ കോടതിയിലാണ്. സുപ്രീം കോടതി വിധിക്കെതിരെ ജില്ലാ കോടതി. അപ്പോൾ ജില്ലാ കോടതി ജഡ്ജി ധർമ്മന്ദർ റാണ പറഞ്ഞു, തനിക്ക് പ്രാന്താണ്. തനിക്ക് പ്രാന്തെന്ന് മാത്രമല്ല, താൻ ഗുരുതരമായ പിശകാണ് ചെയ്തത്. ഒന്ന്, നിയമ നടപടിയെ ദുരുപയോഗപ്പെടുത്തുന്നു. കോടതികളിൽ 10,000-കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞ് 2 വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി. താൻ ആ കേസിലൊന്നും കക്ഷിയായിരുന്നില്ല. തനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അന്ന് സുപ്രീം കോടതി നടക്കുന്ന കേസിൽ താൻ ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷനെങ്കിലും കൊടുത്ത് താൻ ജോയിൻ ചെയ്യണമായിരുന്നു. അതൊന്നുമില്ലാതെ 2019 കഴിഞ്ഞ് 2025 ആയപ്പോൾ താൻ പുതിയൊരു കാരണം ഉണ്ടാക്കി വന്നിരിക്കുന്നത്. തൻ്റെ ഉദ്ദേശം ഇവിടെ വീണ്ടും സംഘർഷമുണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടൊരു കാര്യം മക്കളൊരു 6 ലക്ഷം രൂപ, മുമ്പ് 1 ലക്ഷം രൂപ ഫൈൻ ഉണ്ടായിരുന്നു, അവിടെ കൂട്ടിയിട്ട് 6 ലക്ഷം രൂപ കൂടെ ഫൈനും കൂടെ അടച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയും. 6 ലക്ഷം രൂപ ഫൈൻ, 1+5 6 ലക്ഷം രൂപ ഫൈൻ. എന്നിട്ട് പറഞ്ഞു, തൻ്റെ ഒരു സൂക്കേടുണ്ടല്ലോ, ഈ രാജ്യത്ത് ചില ആളുകൾക്ക് സൂക്കേടുണ്ട്. രാജ്യത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്ത ആളുകൾ, അവർക്ക് ചില ഇമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാവും. അവർ ചെയ്യുന്ന ജോലിക്ക് പരിരക്ഷ കിട്ടാൻ, ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാവാതെ പരിരക്ഷ കിട്ടാൻ വേണ്ടി ഭരണഘടന ചില ഇമ്മ്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നമുക്ക് വിധികളെ വിമർശിക്കാം, പക്ഷേ വിധി പറഞ്ഞ ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ X എന്ന് പറയുന്നൊരു ജഡ്ജിയുടെ വിധി തെറ്റാണ്, ഈ വിധി ഇവിടുത്തെ പട്ടിണി കൂട്ടും, സമ്പന്ന വർഗത്തിന് അനുകൂലമാണെന്നൊക്കെ പറയാം. എന്നാൽ ആ X എന്ന് പറയുന്ന ജഡ്ജി ഉണ്ടല്ലോ, ഇവിടുത്തെ പണക്കാരുടെ നിന്നൊക്കെ എല്ലാവരുടെയും നിന്ന് 1 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് ഈ വിധി പറഞ്ഞതെന്ന് പറഞ്ഞാൽ കണ്ടംപ്റ്റാണ്. മറ്റതോ ആ വിധിന്യായം ഇവിടെ പട്ടിണി കൂട്ടുകയും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടംപ്റ്റൊന്നുമില്ല, ഫെയർ ക്രിറ്റിസിസമാണ്. ഇതാണ് വ്യത്യാസം. ഇപ്പോൾ കോടതി നടപടികളെ വിമർശിക്കുന്നതിന് ഉത്തരവുകളെ വിമർശിക്കാം, ഉത്തരവിട്ട ജഡ്ജിയല്ല വിമർശിക്കേണ്ടത് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ വിരമിച്ചതിന് ശേഷം DY ചന്ദ്രചൂഡ് വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹം പറഞ്ഞ വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച്
ഈ നാട്ടിൽ സെറ്റിൽഡായ ഒന്നിനെക്കുറിച്ച് ഒരു കേസ് റീഓപ്പൺ ചെയ്യാനും നിങ്ങൾ ജില്ലാ കോടതി വന്നിരിക്കുന്നു. അപ്പോൾ ജില്ലാ കോടതിയിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ഡിസ്ട്രിക്ട് കോർട്ടിലായിരുന്നല്ലോ ഇതിൻ്റെ തർക്കമൊക്കെ വന്നിരുന്നത് അല്ലേ? കീഴ്ക്കോടതികളാണ്. ഈ സുപ്രീം കോടതിയിൽ വരുന്നതിന് മുമ്പ് കീഴ്ക്കോടതികളാണ് ഈ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോയി. എന്നാൽ പോലും സുപ്രീം കോടതി വിധി അസ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കോടതി പോകണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. ഏതായാലും അത് തള്ളി എന്ന് മാത്രമല്ല, ഈ ധർമ്മേന്ദ്ര റാണ ആദ്യം നിശ്ചിതമായിട്ട് പറഞ്ഞു, നമ്മുടെ ശല്യക്കാരായ ഇത്തരം ചില ആളുകളുണ്ട്, അവർക്ക് നാട്ടിൽ കലാപം ഉണ്ടാക്കണം, സംഘർഷം ഉണ്ടാക്കണം, അതുകൂടാതെ ഉന്നത പദവിയിലിരുന്ന് രാജ്യത്തിന് വേണ്ടി വലിയ സേവനങ്ങൾ നൽകിയ ആളുകളെ അപകീർത്തിപ്പെടുത്തുകയും ഇവരുടെ ലക്ഷ്യമാണ്. പിന്നെ ഈ ഭഗവാൻ ശ്രീരാമൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? കോടതി ചോദിക്കുന്നു. ഇയാൾക്ക് വേണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാ കാത്തേക്കണേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? എനിക്കൊരു വഴി കാണിച്ചു തരണം, ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഭഗവാനെ, എൻ്റെ കർത്താവെ, എൻ്റെ പടച്ചോനെ എന്നൊരു മനുഷ്യൻ പറയുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ വലിയ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കേസാണല്ലോ അയോധ്യ കേസ്. ആ കേസിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ന്യായാധിപൻ തനിക്ക് വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചു. കാരണം ഇത് ചരിത്രമാണ്. അതിൻ്റെ പേരിൽ എത്ര ചോരയൊഴുകി അല്ലേ? എത്ര ചോരയൊഴുകി, എത്ര നൂറ്റാണ്ടുകൾ സംഘർഷമായിരുന്നു. അപ്പം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു നിർണായകമായ വിധിന്യായം പറയുന്നതിന് മുമ്പ് തൻ്റെ വിശ്വാസമനുസരിച്ച് DY ചന്ദ്രചൂഡ് ശ്രീരാമൻ്റെ ക്ഷേത്രത്തിലോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കട്ടെ, അതുകൊണ്ട് ഈ വിധി ദുരുദ്ദേശപരമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇയാൾക്ക് അള്ളായെ പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടെങ്കിൽ ചന്ദ്രചൂഡന് ശ്രീരാമനെയോ ഇഷ്ടമുള്ള ഹിന്ദു ദൈവത്തെയോ പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു മതേതരത്വമുണ്ട്, അതറിയാം. ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അമ്പലത്തിലൊക്കെ പോയാൽ വലിയ പ്രശ്നം. പ്രധാനമന്ത്രി മോദി അമ്പലത്തിൽ പോയാൽ പ്രധാനമന്ത്രി അമ്പലത്തിൽ പോകണോ? അതേസമയം രാഹുൽ ഗാന്ധിക്ക് ഒക്കെ പോവാം. ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാർ പോയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ, വത്തിക്കാനിൽ പോയാൽ കുഴപ്പമില്ല, പള്ളിയിൽ പോയാൽ പ്രശ്നമില്ല, ഡൽഹി ജുമാ മസ്ജിദിൽ പോയാൽ പ്രശ്നമില്ല, അതൊക്കെ മതേതരത്വം. ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ഹിന്ദുവായ പ്രധാനമന്ത്രി പോയാൽ പ്രശ്നം. ഇപ്പോൾ ഈ ഹരീഷ് നമ്പൂതിരി എന്ന് പറഞ്ഞൊരു വേന്ദ്രനുണ്ടല്ലോ, കേട്ടിട്ടില്ലേ? അഡ്വക്കേറ്റ്. അയാൾ എന്തിനാ പറഞ്ഞിരിക്കുക, ഇന്ത്യയിൽ എന്താണ് ദ്രൗപദി മുർമു ആരാണ്? ബ്രിട്ടീഷ് രാജ്ഞിയോ? VIP സംസ്കാരം എന്നുണ്ട്. ശബരിമലയിൽ വാഹനത്തിൽ കയറാൻ പറ്റില്ല, വാഹനത്തിൽ കയറിപ്പോയിരിക്കുന്നു, നടയ്ക്ക് മുന്നിൽ VIP ദർശനം നടത്തിയിരിക്കുന്നു. ഇവരാര്? ബ്രിട്ടീഷ് രാജ്ഞിയോ എന്നാണ് ഇയാൾ ചോദിച്ചിരിക്കുന്നത്. വക്കീലാണെന്നാ പറയുന്നത്. ഈ വക്കീലിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വക്കീലിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞാൽ പണ്ട് ഒരു പീഡന കേസുണ്ടായി കോവിഡ് കാലത്ത് വാദിക്കും പ്രതിക്കും വേണ്ടി ഹാജരായി എന്ന് പറഞ്ഞ് കോടതി പിടിച്ച് കാലേവാരി നിലത്തെളിച്ചൊരു ചരിത്രമുണ്ട്. ഓപ്പൺ കോർട്ടിലുണ്ടായ സംഭവം. ഇത് ഇവിടുത്തെ ഒരുപാട് അഭിഭാഷകർക്കറിയാം. അത് കോടതിയിൽ വക്കീലന്മാർ പോയിട്ടില്ലാത്തതുകൊണ്ട് കോടതി അടച്ചുപൂട്ടി കിടന്ന കാലം അല്ലേ ആ സമയം. പക്ഷേ കോടതി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ വാർത്തയായില്ലെന്നേ ഉള്ളൂ. പിന്നെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കെതിരെ വലിയ മണികിളിക്കുന്ന ആളാണ് ഈ ഹരീഷ് നമ്പൂതിരി, അഡ്വക്കേറ്റ്. അദ്ദേഹം കല്യാണം കഴിക്കാൻ വേണ്ടി പരസ്യം ചെയ്തപ്പോൾ എന്നറിയോ, ബ്രാഹ്മൺ യുവതികളിൽ നിന്ന് വിവാഹാലോചന ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഒരു ദളിത് ആദിവാസി സമുദായത്തിൽപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമലയ്ക്ക് കയറിയപ്പോൾ ഇയാൾക്ക് 100,000 കുറ്റങ്ങൾ. ഈ ബ്രിട്ടീഷ് രാജ്ഞി ആരാന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്? ബ്രിട്ടീഷ് രാജ്ഞി സ്ഥാനത്തിരിക്കുന്ന ബൈ ബർത്താണ് അല്ലേ? അതെ, ജനനം കൊണ്ടാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ആരാണ് പ്രധാനപ്പെട്ടത്? ബ്രിട്ടീഷ് രാജ്ഞിയാണോ ഇന്ത്യൻ പ്രസിഡന്റാണോ? ഇന്ത്യൻ പ്രസിഡന്റാണ്, ജനപ്രതിനിധിയാണ്. മറ്റത് ഒരു തള്ളയുടെ വയറ്റിൽ, രാജ്ഞി തള്ളയുടെ വയറ്റിൽ പറന്നു എന്നതുകൊണ്ട് രാജ്ഞിയാവുന്നതാണ്. അങ്ങനല്ല ഇന്ത്യയുടെ രാഷ്ട്രപതി. അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദ്രൗപദി മുർമു പമ്പ മുതൽ നടന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളോ? അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കണമല്ലോ. അതിനുവേണ്ടി വരുന്ന കുറേ ആളുകളുണ്ട്. അത്തരം ജനുസിൽപ്പെട്ടൊരു സാധനമാണ് ഈ മുഹമ്മദ് പ്രാച്ച ശ്രമിച്ചത്. ശരിക്കും രാഷ്ട്രീയമായി ഈ കോടതികളെ അപകീർത്തിപ്പെടുത്തുക, സിസ്റ്റത്തെ അലങ്കോലമാക്കുക, എന്നിട്ട് ഇവിടെ വീണ്ടും സംഘർഷം ഉണ്ടാക്കുക എന്ന്. ഇപ്പോൾ കോടതി ഏതെങ്കിലും വേറൊരു മുഹമ്മദോ ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും ജഡ്ജി ഏതെങ്കിലും സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്ത് എന്തായാലും ആഘോഷിക്കുക. നാളെ ഇന്നും വൈകുന്നേരം അടുപ്പ് കൂട്ടിച്ച് സുപ്രീം കോടതി വിധി പോലും പരിശോധിക്കുന്നത് ആര്? സുപ്രീം കോടതി DGPയുടെ തീരുമാനം കോൺസ്റ്റബിൾ പോലും പരിശോധിക്കുന്നു. പക്ഷേ DGP ആവശ്യമില്ല തെറി പറഞ്ഞാൽ കോൺസ്റ്റബിളിന് പിടിച്ചു നിർത്തി പള്ളക്കെട്ട് കുത്താൻ അധികാരമുണ്ടെന്ന് ജില്ലാ ജഡ്ജി ധർമ്മേന്ദ്ര റാണ തെളിയിച്ചു. ഇയാൾക്ക് ആവശ്യത്തിന് കൊടുത്തു, 6 ലക്ഷം രൂപ അടച്ചിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അയോധ്യ
പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടു. എന്നാലും എല്ലാ വർഷവും ഡിസംബർ 6 മറക്കില്ല ബാബരി, അവിടെ അത് പുനർനിർമ്മിക്കും എന്നൊക്കെ പറയുന്നവർ ശ്രമിക്കുന്ന ഈ രാജ്യത്ത് വീണ്ടും കലാപങ്ങൾ ഉണ്ടാക്കാനാണ്. ആ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രതിനിധിയായിട്ടാണ് ഈ മഹമ്മൂദ് പ്രാച്ച വന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നും ഈ വാർത്തയില്ല. അപ്പോൾ നമ്മൾ വാർത്ത ആളുകളെ അറിയിക്കണമല്ലോ, അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.